അൺസോൾവ്ഡ് പ്രോബ്ലംസ് വിൽ നോട്ട് ബറി ആൻഡ് ഇറ്റ് വിൽ ബ്രിങ്ങിങ് അപ്പ് ഇൻ എവറി ഫൈറ്റ്സ്. പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങൾ കുഴിച്ചു മൂടപ്പെടില്ല, അതെല്ലാ വഴക്കുകളിലും ഉയർന്നു വരും. ശരിയല്ലേ? ഇന്നൊരു പ്രോബ്ലം വന്നു, നമ്മളത് സ്കിപ്പടിച്ച് കണ്ടില്ല കേട്ടില്ല എന്നടിച്ചൊക്കെ വിടും. പക്ഷേ നാളെ വേറൊരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ അതിൻ്റെ വാല് പിടിച്ച് ഇതും കൂടെ കയറി വരും. ചിലപ്പോൾ ചിന്തിച്ചിട്ടില്ലേ, നിങ്ങളുടെ പാർട്ട്ണറായി വഴക്കുണ്ടാകുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ മുന്നു കഴിഞ്ഞ വഴക്കുകളൊക്കെ കൂടി ഈ പുതിയ വഴക്കിൽ കൊണ്ടുവരും. പറഞ്ഞു വരുമ്പോൾ ഈ പഴയതിലെത്തി നിൽക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഇതെന്തിനും ഇപ്പോൾ പറയണേ, ഇപ്പോൾ നടന്ന വഴക്കുമായിട്ട് ഇതെന്താ ബന്ധം? ബന്ധമുണ്ടെന്നേ. വഴക്കുണ്ടാകുമ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ പറയുന്ന ഓരോ മുന്നത്തെ വഴക്കുകളും അതൊക്കെ അൺസോൾവ്ഡ് ആയിട്ടുള്ള, നിങ്ങൾ സ്കിപ്പ് ചെയ്ത് വിട്ടിട്ടുള്ള, കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ച് ഒരു പരിഹാരവും കണ്ടെത്താതെ വിട്ടിട്ടുള്ള വഴക്കുകളാണ് പുതിയതൊരു വഴക്കുണ്ടാകുമ്പോഴും ആവർത്തിക്കപ്പെടുക. കാരണം അതിനും നിങ്ങൾ സൊല്യൂഷൻ കണ്ടെത്തിയിട്ടില്ല. ഇപ്പോഴുള്ള പുതിയ വഴക്കിന് നിങ്ങൾക്ക് സൊല്യൂഷൻ ഇല്ല. ചുരുക്കി പറഞ്ഞാൽ ഇന്നലെ ഒരു പ്രശ്നം ഉണ്ടായി, നിങ്ങളത് കണ്ടില്ല കേട്ടില്ല നടിച്ച് വിട്ടു. മറിച്ച് ഇന്നൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഇന്നത്തെ പ്രശ്നം മാത്രമായിട്ടല്ല അത് വരാം. ഇന്നലത്തെ നിങ്ങൾ കണ്ടില്ല കേട്ടില്ല എന്ന് വിട്ട് കളഞ്ഞ പ്രശ്നം കൂടി ഇന്നത്തെ പ്രശ്നത്തിൻ്റെ വാല് പിടിച്ച് കയറി വരും. അതങ്ങനെയാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിന് പരിഹാരം കാണാതെ ഒഴിവാക്കി വിടുന്നതിന് പകരം അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ നോക്ക്. അങ്ങനെയായാൽ അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഗുണം ചെയ്യും. മറിച്ചാണെങ്കിൽ നിങ്ങൾ തമ്മിലുണ്ടാകുന്ന ഓരോ വഴക്കിലും ഇത് കയറി വരും. ഞാൻ പറഞ്ഞു ശരിയല്ലേ?